ഹായ് ഫ്രണ്ട്സ്, സൂര്യകാന്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാൻചോ കേക്കാണ് തയ്യാറാക്കുന്നത്. ഞാൻ കണ്ണൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കാനാണ് കേക്ക് ഉണ്ടാക്കൽ പഠിച്ചത് തന്നെ. അതൊന്ന് സക്സസ് ആയിരിക്കുന്നു. ഇവിടെ നമുക്ക് 2 സ്പഞ്ച് ആവശ്യമുണ്ട്, ചോക്ലേറ്റും പിന്നെ ഒന്ന് വാനില സ്പഞ്ചും ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കാം. നമ്മൾ 4 മുട്ടയുടെ വൈറ്റ് മാത്രമാണെന്ന് ആദ്യം ബീറ്റ് ചെയ്യുന്നത്. നന്നായി ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗ് യോക്ക് ആഡ് ചെയ്യാം. അത് ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ചേർക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ വല്ലാതെ ബീറ്റ് ചെയ്യണമെന്നില്ല, കുറച്ച് നേരം ചെയ്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. മൈദ 1/4 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ഇത്രയും നന്നായി അരിച്ച ശേഷം മിക്സ് ചെയ്തിട്ടാണ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് പാൽ കൂടിയാണ് ചേർക്കുന്നത്. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി, വല്ലാതെ അങ്ങ് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മിക്സ് ചെയ്യണം, പക്ഷേ പാകത്തിന്. ഇനി നമുക്ക് ഓൾറെഡി ഗ്രീസ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ ഒരു വളരെ കുറഞ്ഞ അളവിലൊരു 1/4 ടീസ്പൂൺ വിനെഗർ കൂടി ചേർക്കാം. എന്നിട്ട് 30 മിനിറ്റ് വേവിച്ച ശേഷം ഇതാ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ബാറ്റർ കൊണ്ട് ഞാൻ 2 കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഒന്ന് മാത്രമേ ഈ ഒരു വാൻചോയിലേക്ക് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്പഞ്ച് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അരിച്ച ശേഷം 2 വട്ടം അരിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. രണ്ട് മുട്ടയുടെ വൈറ്റ് പാർട്ടാണ് ആദ്യം നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ നമുക്ക് യെല്ലോ പാർട്ട് എഗ് യോക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഒരു ടേബിൾ സ്പൂൺ മിൽക്കും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത്രയും നന്നായി ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദ പ്ലസ് ബേക്കിംഗ് സോഡ ഇതിനകത്തേക്ക് ചേർത്ത് ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. തേർട്ടി മിനിറ്റ്സേ കറക്റ്റ് ആവശ്യമുള്ളൂ, ഒരു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ. ഇപ്പോൾ ഇതാ ഇതും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗണാഷ് റെഡിയാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ 2 തരത്തിലുള്ള ഗണാഷാണ് റെഡിയാക്കുന്നത്. ഒന്ന് മിൽക്ക് ചോക്ലേറ്റിൻ്റെ, മറ്റൊന്ന് വൈറ്റ് ചോക്ലേറ്റിൻ്റെ. അതോടൊപ്പം നമുക്ക് ക്രീമും കൂടി ഒന്ന് റെഡിയാക്കണം. ഒന്ന് ചോക്ലേറ്റ് ക്രീം, മറ്റേത് സാദാ വൈറ്റ് ക്രീം, വിപ്പിംഗ് ക്രീം തന്നെ. ഗണാഷ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ മിൽക്ക് ചോക്ലേറ്റ്, ഇത് വൈറ്റ് ചോക്ലേറ്റ്, 2 ഗണാഷും തയ്യാറാക്കി. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്കിൻ്റെ ബോർഡിലേക്ക് ഒരല്പം ക്രീം വെച്ച ശേഷം ആദ്യത്തെ ലെയർ
വാനില ലെയർ ഒന്ന് വെക്കുകയാണ്. ഇനി ചെയ്യുന്നത് ഷുഗർ സൊല്യൂഷൻ കൊണ്ട് എല്ലായിടത്തും ഒന്ന് നനയ്ക്കുക എന്നുള്ളതാണ്, നന്നായി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ വയ്ക്കുന്നത് വൈറ്റ് വാനില ക്രീം തന്നെയാണ്. ശേഷം നമുക്ക് വൈറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ്സ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് മേലെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത ലെയർ ചോക്ലേറ്റ് ലെയർ വയ്ക്കാം. വാഞ്ചോ ആണല്ലോ, വാനില ചോക്ലേറ്റ്, അങ്ങനെ മാറി മാറി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഷുഗർ സൊല്യൂഷൻ ഒന്ന് ചെയ്ത ശേഷം നമ്മൾ ചോക്ലേറ്റ് ക്രീമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഗനാഷ് ഒഴിച്ച ശേഷം, മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച ശേഷം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടു. പിന്നെ ഞാനത് മൂന്നാമത്തെ ലെയർ വെച്ചു, വാനില ലെയർ. വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെ, ക്രീം വെച്ചു, ഗനാഷ് ഒഴിച്ചു, ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്സ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഒരു ലെയർ ചോക്ലേറ്റ് ലെയർ വെച്ചു. ഷുഗർ സൊല്യൂഷൻ ഇട്ട ശേഷം നന്നായി ക്രീമൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. നല്ല വെയിറ്റുള്ളൊരു കേക്കാണ് കേട്ടോ അത്. 1 kg മേലെ വെയിറ്റ് ഉണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണല്ലോ. വാഞ്ചോ ആയതുകൊണ്ട് തന്നെ ഒരു വാനില ചോക്ലേറ്റ് ഒരു മിക്സിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നെ സംബന്ധിച്ച് കണ്ണൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് നല്ല സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇത്രയെങ്കിലും ഞാൻ ചെയ്തല്ലോ എന്നുള്ളത്. പക്ഷെ അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാ ജോലിയും എളുപ്പം തന്നെയാണ്, നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാഞ്ചോ കേക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ചവരൊക്കെ തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. വളരെ ടേസ്റ്റിയാണെന്നും വളരെ സോഫ്റ്റാണെന്നും ഒക്കെ പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.